പറഞ്ഞാട്ടെ. അധരങ്ങളെല്ലാം തുറന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. സ്തുതിച്ചു തുടങ്ങിയാട്ടെ ആ കർത്താവിനെ. ആമേൻ. ആമേൻ. ഈ ഒരു പുതിയ വർഷത്തിലും ഈ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ആമേൻ ഈ വർഷം തുടങ്ങാൻ നമ്മളെ ഇടയാക്കി തീർത്ത വലിയ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. അല്പസമയം അന്യഭാഷകൾ അല്പസമയം അധരങ്ങളെല്ലാം തുറന്നൊന്ന് ചലിപ്പിച്ച് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ആരും മൗനമായിരിക്കാതെ അധരങ്ങളെല്ലാം തുറന്ന് ഇന്ന് പകലിലും ആ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ ഒന്ന് വാഞ്ചിച്ചുകൊണ്ട് യെസ്, പരിശുദ്ധാത്മാവെ ഈ മീറ്റിങ്ങിന്റെ മുഴുവൻ കർത്തൃത്വം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങ് ഇതിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്താണ്. മാനുഷിക കരങ്ങളെക്കാളുപരി കർത്താവേ അങ്ങയുടെ കരം ഇന്ന് പകലിൽ ഇതിന്റെ നടുവിൽ ചലിക്കണം. യെസ്, ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അങ്ങയുടെ കരത്തെ ഇന്ന് പകലിൽ ഒന്ന് ചലിപ്പിക്കണം. ഇന്ന് പകലിലും മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് പകലും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം അത്ര. യെസ്, വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിലും ആ ദൈവിക ശക്തിയെ പകരാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വാസത്തോടെ ആ കരങ്ങളെല്ലാം ഒന്ന് ചേർത്തടിച്ച് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകലും ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറയാൻ കഴിയും, കർത്താവേ അങ്ങയുടെ അളവില്ലാത്ത ദൈവിക സാന്നിധ്യത്തെ ഇന്ന് എന്റെ മേലൊന്ന് പകരണമേന്ന് പറഞ്ഞു. ഇന്ന് പകലും എത്ര പേർക്ക് പറയാൻ കഴിയും, ആമേൻ, ആ കർത്താവ് അല്ലാതെ മറ്റൊരുത്തനും എനിക്ക് രക്ഷയില്ല. ആ കർത്താവിന്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പകലിൽ ഞാൻ ജീവനോടായിരിക്കുന്നത്. ആമേൻ. രോഗങ്ങൾ ആമേൻ വരാഞ്ഞിട്ടല്ല, ഭാരങ്ങളില്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ എല്ലാം നടുവിൽ അത്ഭുതകരമായി എന്നെ നടത്തുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിലും എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ ഇതുവരെ നടത്തിയ ആ കരം ഇനിയുള്ള നാളിലും എനിക്ക് മതി. എത്ര വലിയ രോഗങ്ങൾ എൻ്റെ മുൻപിൽ വന്നാലും, എത്ര വലിയ ഭാരങ്ങൾ ആമേൻ തിരമാല പോലെ എൻ്റെ മുൻപിൽ ഉയർന്നാലും, അതിൻ്റെ നടുവിൽ അപ്പൻ്റെ കരം എൻ്റെ കൂടെ മതി. അപ്പൻ്റെ കരം എൻ്റെ കൂടെ മതി. അപ്പൻ്റെ കരം എൻ്റെ കൂടെ മതി. ചേർന്നൊന്ന് പാടാം. നിന്മാർഗിലല്ലാതെ ശബ്ദമെല്ലാം ഉയർത്തി പാടിയ രക്ഷക, ഓ രക്ഷക ദൈവമേ, നീ അല്ലാതില്ലാരും യേശുമാത്രം മതി. അങ്ങല്ലാതെ മറ്റാരുമില്ലപ്പ. ഈ പുതിയ വർഷത്തിലും അങ്ങയുടെ കരമല്ലാതെ മറ്റൊന്നുമില്ല.
ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും പകലിലും ചേർന്നത് പാടി ക്ഷീണിത രോഗത്തിലും ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ വൈദ്യനോ മറ്റാരെയും ഞാൻ കാണുന്നില്ല
കൃപാകളെ യേശു ക്രിസ്തു മാധുര്യം രുചിച്ചു നോക്കി ഞാൻ കർത്താവിന്റെ നന്മകളെ രുചിച്ചറിഞ്ഞു, ആ കർത്താവിന്റെ കൃപകളെ രുചിച്ചറിഞ്ഞു. ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ നിമിഷം വരെ ആ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു. ആമേൻ. ആ ജനത്തിനെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല, ഈ കർത്താവിന്റെ നാമത്തെ ഉയർത്താതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ആ കർത്താവിനെ ആമേൻ നല്ലവണ്ണം രുചിച്ചറിഞ്ഞവർക്ക് ആമേൻ ഒരാളുടെ പ്രേരണ കൂടാതെ ഈ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ കഴിയും. ഇന്ന് പകലിലും ആമേൻ ഞങ്ങളുടെ പ്രേരണയാലല്ല, ആ കർത്താവിനെ നിങ്ങൾ ശരിക്കും രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രേരണ കൂടാതെ ഈ നാമത്തെ ഒന്ന് ഉയർത്താൻ കഴിയുമോ? ആമേൻ. 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 ഞങ്ങൾ പാടുന്നത് കേട്ടല്ല, ആ കർത്താവ് ശരിക്കും ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ചെയ്തതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആമേൻ എങ്ങനെ പാടാതിരിക്കാൻ കഴിയും? കർത്താവേ, നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, എന്റെ എല്ലാത്തിലും കർത്താവേ നീ മാത്രം, നീ മാത്രം. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ രോഗത്തിന്റെ കയ്പ് കൊണ്ടിട്ടപ്പോ, കടഭാരത്തിന്റെ കയ്പിട്ടപ്പോ, ആമേൻ വേദനയുടെ കയ്പ് നേരിട്ടപ്പോ ആമേൻ അവിടെ മധുരമായി ഇറങ്ങി വന്നൊരു കർത്താവിന്റെ സ്നേഹമുണ്ട്. ഇന്ന് പകലിലും ആ സ്നേഹത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഓർത്ത് ആമേൻ ആ കർത്താവിന്റെ ആമേൻ ആ സ്നേഹത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകലിലും ഒന്ന് കൊണ്ടുവന്ന് ആമേൻ ആ സ്നേഹത്തിന്റെ മാതിരി നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ആമേൻ തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകലിലും ആ നാമത്തെ ഉയർത്താതിരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ആമേൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് ആമേൻ എന്ന് വെച്ചാൽ ആമേൻ ആരുടെ പ്രേരണ കൂടാതെ ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ ഇന്ന് പകൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആമേൻ. പൗലോസും ശീലാസും ആമേൻ കാരാഗ്രഹത്തിൽ ആരാധിച്ചത് ആരുടെ പ്രേരണ പ്രകാരമല്ല. ആമേൻ. അവരെ ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് അത്ഭുതം കാണണമെന്നോ ആമേൻ കൊണ്ടല്ല. ആമേൻ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. ഇന്ന് പകലിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ആമേൻ എനിക്ക് ഉറപ്പുണ്ട് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയത് അവസാനം അറിഞ്ഞ വ്യക്തികളായിരിക്കാം പൗലോസും ശീലാസും. കാരണം അവരുടെ ആരാധന ഹൃദയത്തിൽ നിന്നായിരുന്നു. ആമേൻ. നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്തെന്ന് നിങ്ങൾ നോക്കണ്ട, ആ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് പകലും ഓർത്തുകൊണ്ട് ആരാധിച്ച ആമേൻ. അതുകൊണ്ട് ഈ വരികളൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി ഒന്ന് പാടി. തേനിലും മാധുരമാ, തേനിലും മാധുരമാ യേശു ക്രിസ്തു മാധുരമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു ശതമുയർത്തി ചേർന്ന് പാടാമോ? തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ
യേശു ക്രിസ്തു. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇന്ന് പകലിൽ വളരെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 2024 നമ്മളെ തകർക്കാൻ ശത്രു പലവിധത്തിൽ പദ്ധതി ഒരുക്കി. പക്ഷേ 2025 പ്രാരംഭ ഞായറാഴ്ചയിൽ കർത്താവിന്റെ സന്നിധിയിൽ ജയോത്സവമായി വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയാൻ ഇന്ന് പകലിൽ ദൈവം നമ്മളെ കൂട്ടിവരുത്തിയ നന്ദിയോടെ കർത്താവിനെ ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. നാം കഴിച്ച ആഹാരത്തിന്റെയോ നാം കഴിച്ച മരുന്നിന്റെയോ ഗുണമല്ല, ഇന്ന് പകലിൽ നിൽക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും അവൻ വെട്ടി തീയിലിട്ടു കളയുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ 2024 നമ്മൾ നല്ല ഫലം കായ്ച്ചത് കൊണ്ടോ നമ്മൾ ഒത്തിരി മാന്യനായിരുന്നത് കൊണ്ടോ ഒന്നും അല്ല ദൈവം നമ്മളെ നിർത്തിയത്. കർത്താവിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഓരോ ഉദ്ദേശമുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ഈ 2025 പ്രാരംഭ നിമിഷം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് ദൈവത്തിന്റെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ദൈവവിളി കേട്ട് ഇറങ്ങിയവരൊക്കെ അത്ഭുതം കണ്ടപ്പോ ദൈവം വിളിച്ചിറക്കിയവർ ഒരു അത്ഭുതമായി മാറും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയതെങ്കിൽ ഹല്ലേലൂയ, ഞാനൊരു അത്ഭുതമായി മാറും. ആമേൻ. കാരണം വിളിച്ചത് മനുഷ്യനല്ല, വിളിച്ചത് ദൈവമാണ്. മനുഷ്യൻ വാക്ക് മാറ്റി മാറ്റി പറയും, പക്ഷെ ദൈവം ഒരിക്കലും വാക്ക് മാറത്തില്ല. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ മോശയെ പുകഴ്ത്തി പറയാറുണ്ട്, അതുപോലെ തന്നെ സാഹചര്യത്തിന്റെ അവസ്ഥയിൽ അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കാറുണ്ട്. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. നമുക്കറിയാം, നമ്മുടെ കൂട്ടങ്ങളിലേക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒത്തിരി പേരുണ്ട്. ഒരു നല്ല പാട്ട് അവർ പാടിക്കഴിഞ്ഞാൽ പ്രത്യേക നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിയ ഏബൽ അനുഗ്രഹീതരായ ഒരു പാട്ടുകാരനാണ്. വളരെ സിമ്പിളായിട്ടൊക്കെ അനായാസമായിട്ട് ഏബൽ നല്ല സംഗതികളൊക്കെ പാട്ടുകളൊക്കെ പാടുന്ന നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഏബലിന്റെ മുമ്പിൽ വന്നിട്ട് ഏബലെ പാട്ട് നല്ലതായിരുന്നു കേട്ടോ എന്നാരും അങ്ങനെ പറയത്തില്ല. പക്ഷേ ആ പാട്ടിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ വെള്ളി വന്നാലോ ഒരു ചെറിയ വരികളൊക്കെ എന്തെങ്കിലും മറന്നുപോയാലോ ഓട്ടോ പിടിച്ച് വീട്ടിൽ ചെന്ന് കുറ്റം പറയുന്നവരാ മനുഷ്യര്. ആമേൻ. ഈ മനുഷ്യന്റെ വാക്കുകൾ കേട്ടിട്ടാണ് പലപ്പോഴും നാം തകർന്നു പോകുന്നത്. എന്നാൽ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ 2025 ഞാൻ കേൾക്കുന്നത് കേവലം മനുഷ്യന്റെ നിരാശയുടെ വാക്കുകളല്ല. ഈ 2025 ദൈവം എന്നോട് എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഈ 2025 അതെല്ലാം എന്റെ കാതിൽ ഞാൻ കേൾക്കും. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ അല്പനിമിഷങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. കാരണം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, നിൽക്കുന്നത് മനുഷ്യനല്ല. ഇന്ന് പകലിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണെന്ന് ഉറപ്പുള്ളവർ നന്ദിയോടെ വായ്കളെ തുറന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലൊന്ന് പറഞ്ഞപ്പോൾ 2025 ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പോട്ട് ചലിക്കണമെങ്കിൽ കർത്താവ് അങ്ങയുടെ കൃപ ആവശ്യമാണ്. കഴിയുന്നവർ ഒരു നിമിഷം എല്ലാ കരങ്ങളും ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കേ. നന്ദിയോടെ ചില നിമിഷങ്ങൾ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലിൽ കർത്താവേ ഹല്ലേലൂയ. വളർത്തുന്നത് മനുഷ്യനല്ല, വളർത്തുന്നത് ദൈവമാണ്. ഉയർത്തുന്നത് മനുഷ്യനല്ല, ഉയർത്തുന്നത് ദൈവമാണ്. ഈ 2025 കർത്താവ് ദൈവദാസനിൽ കൂടെ ഞങ്ങൾ കേട്ട വാഗ്ദത്തം ഈ 2025 ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കാണുവപ്പ. അതിനാവശ്യമായ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. 2025 നാം കേട്ട വാഗ്ദത്തങ്ങൾ ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഗ്രേസ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ളവർ നന്ദിയോടെ ആ കരങ്ങളെ എല്ലാം ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയാ ദയാ നിത്യത. ആ കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് ചേർന്ന് പാടാമോ? നിന്നത് കൃപയാ കൃപയാ ദയാ
നിൻ മക്കൾക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾ ശതമുയർത്തി കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾ. ഇന്ന് പകലിൽ കൊതിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ആ കരങ്ങളെ എല്ലാം ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലിലും അവന്റെ കൃപ നമ്മളെ നടത്തേണ്ടതിന്, ഇന്ന് പകലിലും അവന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ആ കരങ്ങളെ എല്ലാം ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലിലും കർത്താവേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആ കൊതിയോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നവർ എല്ലാ കരങ്ങളെ തട്ടി ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓ ശബരബരബുടരശേ, ചേർന്ന് കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. ചേർന്ന് കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ആമേൻ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ സ്വന്തമല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് എന്റെ അന്തരംഗത്തിൽ, തിരു സാന്നിധ്യം മനോഹരം. രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ സ്വന്തമല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് എന്റെ അന്തരംഗത്തിൽ, തിരു സാന്നിധ്യം മനോഹരം. സമച്ചേർന്ന് കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ആമേൻ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. അന്ധകാരം മാറുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനുകം പുഷ്ടിയാകന്നു പോകുന്നു. കൃപ 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 എന്നാർത്ത് ചൊല്ലവേ, പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനുകം പുഷ്ടിയാകന്നു പോകുന്നു. കൃപ 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 എന്നാർത്ത് ചൊല്ലവേ, പർവ്വതങ്ങൾ കാൽക്കീഴെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ആമേൻ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾക്ക് ആമേൻ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണം. ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട്, ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട്, നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ, ഈ സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട്, നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ആമേൻ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ,
വേണമപ്പാ നിൻ മക്കൾക്ക്. ഓ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. ദീനസ്വരം മാറുന്നു, ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു. നിൻ ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നീരായുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു. നിൻ ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നീരായുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം സന്തോഷത്തോടെ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ சொன்னതല്ലയോ. ആ സന്തോഷം നീരായുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം. രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ சொன்னതല്ലയോ. ആ സന്തോഷം നീരായുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, 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 കൃപ വേണമപ്പാ നിൻ മക്കൾ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. കൃപയുടെ ഉറവിടമേ, ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ആമേ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ കൊടിയോടെ ഒന്ന് പറഞ്ഞേ, കൃപ വേണമപ്പാ, കൃപ കൃപ വേണമപ്പാ, ഓ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. വായിലെ തുറന്നു ചേർന്നു, കൃപ വേണമപ്പാ, അങ്ങയുടെ കൃപയാ ഞങ്ങളെ ചില നിമിഷങ്ങൾ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മേലെ മാനധാരം ദേവൻ മാറെ ജീവനത്തുലമാനം ദേവൻ മാനശാതെ വാക്കമാനം ദുരബൗഡര കഥന ലക്ഷണലാദരെ വാക്കമാശേരെ ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക് ദാസിമാരുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്ക് നിന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകലിൽ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇന്ന് പകലിൽ അവന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് കർത്താവേ, അങ്ങയുടെ കൃപയില്ലെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ടൊരു
കഴിയത്തില്ല. കാരണം ഇതുവരെ ഞങ്ങൾ നിന്നത് ആ ദൈവത്തിന്റെ കൃപയാണ്. ഞങ്ങളെ നിർത്തിയതും ആ ദൈവത്തിന്റെ കൃപയാണ്. ജീവനം ദുരമനബല ദുരമന രക്ഷകരാതുര രക്ഷകരംബരെ ജീവനം ദുരമനബൂര ഘടനക രക്ഷികരം ദുരമാനബലക്ഷേ ീമാനക്ഷകരം ദുരമാനബലക്ഷകരംബരെ. Hallelujah. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. 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 ഇന്ന് പകൽ മക്കളെങ്കിൽ ആ വെളിപ്പാടിനകത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ 2 പ്രാവശ്യം അത് പറഞ്ഞു നിർത്തത്തില്ല. അവരൊന്നുകൂടി അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കൃപ എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ ഇന്ന് പകൽ ആ പദം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. മറ്റെന്തിനേക്കാൾ കൂടുതൽ എൽ ശദ്ദായി സഭ അത് ഈ വർഷം മുഴുവൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഈ വർഷം ദൈവം നമുക്ക് ആമേൻ ആമേൻ കേവലം കൃപയല്ല, ഗ്രേറ്റ് ഗ്രേസ്, ആമേൻ, അതിമഹത്തായ കൃപ. കഴിഞ്ഞ വർഷം പലരോടും ഈ ചോദ്യം ചോദിച്ചു. ഓപ്ഷൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പലരും ഈ ചോദ്യത്തിന് തെറ്റിച്ചു, മറുപടി തെറ്റിച്ചു. ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ 2025 ഈ ചോദ്യം വീണ്ടും ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ഈ വർഷം ജയിക്കാൻ എന്തു വേണം? ഈ വർഷം നിലനിൽക്കാൻ എന്തു വേണം? ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇനിയും തെറ്റിക്കരുത്. ഓ, നിങ്ങൾ മനസ്സിലായില്ല, ദൂത് മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഓപ്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. 31-ാം തീയതി ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് തെറ്റിക്കരുത്. ഓപ്ഷനകത്ത് കിടക്കുന്നത് പൈസയല്ല വേണ്ടത്, ആമേൻ, ബന്ധങ്ങളല്ല വേണ്ടത്. അതിനകത്ത് ഒരു ഓപ്ഷൻ കൂടി കിടപ്പുണ്ട്, കൃപ. കൃപ ഇന്ന് പകൽ അത് തെറ്റിക്കാതെ അതിന് ടിക്കിടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഓപ്ഷൻസ് കർത്താവ് നൽകിയിട്ടുണ്ട്, അതിനകത്ത് ആ കൃപ കിടപ്പുണ്ട്. ഇന്ന് പകൽ അതിനെ ഒന്ന് ടിക്കിടണം, അതിന് ശരിവെക്കണം, അതിനൊന്ന് വട്ടം വരയ്ക്കണം, അതിനെ ഒന്ന് മുറുകെ പിടിക്കണം. 2025 ജയിക്കാൻ വേണ്ടത്, ഏതു പ്രായക്കാർക്കും ജയിക്കാൻ വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപ വന്നവരുടെ ഇടയിൽ മുട്ടുള്ളവരൊന്നുമില്ലായിരുന്നു. അഭിഷക്തന്റെ ആ സന്ദേശം അനുഗ്രഹമായവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ആ കൃപ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വേണ്ടതെല്ലാം നമ്മിൽ ഉറപ്പ് വരുത്തുന്നതാണ്. എത്ര പേർ പറയും, എന്നേക്കാൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എന്റെ കർത്താവിന് നന്നായിട്ട് അറിയാം എനിക്ക് വേണ്ടത് എന്താണെന്ന്. 2025 നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ആമേൻ നന്നായി അറിയുന്നൊരു കർത്താവ് വേണ്ടതെല്ലാം വേണ്ടുന്നിടത്തോളം നൽകി നമ്മെ വഴി നടത്തുന്നൊരു കർത്താവ്. ആ സന്തോഷമുള്ള ദൈവമക്കളെല്ലാം ആ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ദൈവം. സെറാഫുകൾ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദങ്ങളെ മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് ഒരുവൻ മറ്റൊരുവനോട് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ,
പരിശുദ്ധൻ. ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ദൈവം, അവൻ പാപമില്ലാത്തവൻ, അവൻ പരിശുദ്ധൻ, അവൻ അത്യുന്നതൻ, അവൻ ശ്രേഷ്ഠനായ ദൈവം. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു യോഗ്യതയും ഇല്ലാത്ത നാം ആരാധിക്കുന്ന ദൈവം, അവൻ നമ്മുടെ ആരാധനകൾക്ക് യോഗ്യൻ എന്ന് പറയുമ്പോൾ, അവൻ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ, സർവ പുകഴ്ചയ്ക്കും സർവ ബഹുമാനത്തിനും സർവ അധികാരങ്ങൾക്കും സകല വാഴ്ചകൾക്കും തലയായവന്. നമ്മളൊന്ന് ചേർന്ന് പാടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. ആ ചേർന്ന കരങ്ങളെ തട്ടി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Hallelujah. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പാടാമോ? മഹത്വത്തിൻ പ്രത്യാശയായവനെ, എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ മഹത്വത്തിൻ പ്രത്യാശ, മഹത്വത്തിൻ പ്രത്യാശയായവനെ, എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ഓ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ, ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. മഹത്വത്തിൻ പ്രത്യാശയായവനെ, എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ, ഓ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയോടെ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോന്നിടുമേ. വാടാത്ത കിരീടം പ്രാപിക്കുമേ ഞാൻ, ദൈവ തേജസ്സിനാൽ മൂടപ്പെടുമേ. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോന്നി. വാടാത്ത കിരീടം പ്രാപി, ദൈവ തേജസ്സിനാൽ മൂടപ്പെടുമേ. ഓ, ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ പരിശുദ്ധനേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഇന്ന് പകൽ ദൈവസഭ ചേർന്ന് പറയണം, എൽ ശദ്ദായി, ഞങ്ങളുടെ ദൈവം, അവൻ സർവശക്തനായ ദൈവം. എൽ ശദ്ദായി പേരിൽ മാത്രമല്ല, അവൻ തന്റെ പ്രവൃത്തിയിലും അത് തന്നെയാണ്. എൽ ശദ്ദായി പേരിൽ മാത്രമല്ല, തന്റെ പ്രവൃത്തിയിലും അവൻ തന്റെ സർവശക്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽ എത്ര പേർ പ്രതീക്ഷിക്കുന്നു, അപ്പാ എൽ ശദ്ദായി
ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ ദിവസങ്ങൾ, ഈ 2025 ആദ്യ ദിവസങ്ങളിൽ എൽ ശദ്ദായി ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, ഞങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ എൽ ശദ്ദായിയെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. We expect El Shaddai God in our life. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകരം ആമേൻ പറയാം. El Shaddai സർവശക്തൻ. ഇന്ന് പകരം നമ്മൾ ഒന്ന് ആശ്രയിച്ച്, ആ കർത്താവിൽ ഒന്ന് ആശ്രയിച്ച് ചേർന്ന് El Shaddai എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. El Shaddai എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം പറഞ്ഞ El Shaddai എന്നെ, El Shaddai എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ. ജനം ചേർന്ന് ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ആമേൻ. ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, ആത്മശക്തിയാൽ അങ്ങേ മഹത്വത്തിൻ പ്രത്യാശ, മഹത്വത്തിൻ പ്രത്യാശയായവനെ എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ഓ ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, ആത്മശക്തിയാൽ ശതമുയർത്തിയോ. ആറാറ് ചിറകുള്ള ഓ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോർന്നിടുമേ, വാടാത്ത കിരീടം പ്രാപിക്കുമേ ഞാൻ, ദൈവതേജസ്സിനാൽ മൂടപ്പെടുമേ. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണുനീരെല്ലാം തോർന്നിടുമേ, വാടാത്ത കിരീടം പ്രാപിക്കുമേ ഞാൻ, ദൈവതേജസ്സിനാൽ. പ്രത്യാശയോടെ ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറ് ദൈവനാമത്തിന് പകരം ആത്മശക്തിയിൽ അവനെ മഹത്വപ്പെടുത്തട്ടെ. ആത്മസാന്നിധ്യം അനുഭവിക്കട്ടെ. ജഡത്തിലല്ല ആത്മാവിൽ, ആത്മാവിൽ ഇന്ന് പകൽ ആത്മാവിൽ അവനെ സ്തുതിക്കുന്നവർ ചേർന്ന് ഓ ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. El Shaddai, El Shaddai എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വത്തിൽ മൂടപ്പെടുമേ. El Shaddai എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, ഓ തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടും. El Shaddai എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. ആമേൻ. മഹത്വത്തിൻ പ്രത്യാശയാ
ആയവന് എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നോനെ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നേ. ഓ ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറ് ചിറകുള്ള സാറാഫുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ ആശ്രയിക്കുന്നു. ഞങ്ങളെ ശക്തനാക്കുന്നവർ ഇന്ന് പകൽ ഞങ്ങൾ അഭയം ചൊല്ലുന്നു. ഓ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പരിശുദ്ധനായവനെ ആരാധിക്കാം. ഈ 2025 അഞ്ചാമത്തെ ദിവസം അവൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയെന്ന് കുറ്റബോധമില്ലാതെ ഈ കർത്താവിനെ ഇന്ന് പകലും ആരാധിക്കാൻ സന്തോഷമുള്ളവർ ആ ചിരിച്ച മുഖത്തോടെ കർത്താവിനൊരു നന്ദി. ഇതിനകത്ത് ഇന്ന് പകൽ ഇരിക്കുന്നത് അബദ്ധമല്ല. ഞാൻ എടുത്ത എന്റെ തീരുമാനം തെറ്റിപ്പോയില്ല. ഇന്ന് പകൽ ഇതെന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഇതെന്റെ ആനന്ദത്തിന്റെ ദിവസമാണ്. ഇതെന്റെ അനുഗ്രഹത്തിന്റെ പകലാണ്. ഇന്ന് പകലൊന്ന് പ്രതികരിക്കാൻ ഒരു കൃപ കർത്താവിനോടൊന്ന് ചോദിച്ച് ഈ 2025 ഈ വർഷം വലിയ പ്രതീക്ഷകളോടെയാണ് അനേകർ പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനേക്കാൾ വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ എന്റെ കണ്ണുനീരെല്ലാം തോർന്നു പോകും. അവൻ വാടാത്ത കിരീടം എനിക്കായി ഒരുങ്ങുന്നുണ്ട്. ആ പ്രതിഫലം നൽകുന്ന നാളിൽ പ്രത്യാശയോടെ ആ വിണ്ണുലകം പൂകാൻ ആത്മാവിൽ ഒരുക്കപ്പെട്ട ദൈവമക്കൾ, ഇന്ന് പകൽ ആ കൃപ പ്രാപിച്ച ദൈവമക്കൾ, ഇന്ന് പകൽ ആത്മാവിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി ഒന്ന് സന്തോഷിച്ചാട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവരുടെ ജീവിതത്തിൽ ഇനി എത്ര പേർ പറയും, എനിക്കിനി കാത്തിരിക്കാൻ സമയമില്ല, എന്റെ കൂടെ ആരേലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കാൻ സമയമില്ല. എന്റെ മേൽ അസാധാരണമായ ഒരു ശക്തി വ്യാപരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പുതിയ തൂവലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ എനിക്ക് എന്റെ ആത്മാവിൽ ഒരു പുതുബലം അനുഭവിക്കുന്നതായിട്ട്. നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ അനുഭവിക്കുന്ന എന്താണെന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അതറിയാം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇനി അവരെ കൺവിൻസ് ചെയ്യാൻ സമയം കളയണ്ട. അനുഭവിച്ചവർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആ ദൈവശക്തി ആത്മബലം ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, പരിശുദ്ധ ആത്മാവിന് നന്ദി പറഞ്ഞാട്ട്, ഇന്ന് പകൽ ആ സാന്നിധ്യത്തെ ഒന്ന് ചോദിച്ചാട്ട്, എൽ ശദ്ദായി എന്നെ ശക്തനാക്കുന്ന ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെയാ പറയുന്നത്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. അവൻ ബലമില്ലാത്തവർക്ക് അവൻ ബലം പകരുന്നു. നീ 2024 നീ ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞ് 2025 നിന്നെ കളയുന്നവനല്ല എന്റെ ദൈവം. നിന്റെ ക്ഷീണത്തെ മാറ്റി
മാറ്റുന്ന പുതുബലം ഇന്ന് പകൽ നിന്റെ മേൽ പകരുവാൻ എന്റെ ദൈവം മതിയായവനാണ്, മതിയായവനാണ്, മതിയായവനാണ്. ഇന്ന് പകൽ ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ആമേൻ, ശുശ്രൂഷയിൽ ക്ഷീണിച്ചു പോയവർ, ദൈവവുമായുള്ള ബന്ധത്തിൽ ക്ഷീണിച്ചു പോയവർ, സഭയുമായുള്ള ബന്ധത്തിൽ ക്ഷീണിച്ചു പോയവർ, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടത് ശക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടത് മനുഷ്യന്റെ അഭിപ്രായമല്ല, നിങ്ങൾക്ക് വേണ്ടത് ആത്മബലമാണ്. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടും. ഒന്ന് പാടിക്കേ. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ, തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങെ ആരാധിക്കും. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങെ ആരാധിക്കും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ജഡം മതി എന്ന് പറയുമ്പോ ആത്മാവ് പറയും ഇനിയും വേണമെന്ന്. ജഡം ഇരിക്കാൻ പറയുമ്പോ ആത്മാവ് പറയും പ്രാപിക്കാൻ. ഇന്ന് പകൽ ജഡം പറയുന്നത് എന്നെ, ആത്മാവ് പറയുന്നത് എന്നാന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ജഡത്തെ നീ തന്നെ തോൽപ്പിക്കണം. നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന ജഡത്തിന്റെ ശീലങ്ങളെ, ജഡത്തിന്റെ ഇച്ഛകളെ ഇന്ന് പകൽ നീ തന്നെ തോൽപ്പിക്കണം. കർത്താവിന് വേണ്ടത് ആത്മാവിൽ കുതിക്കുന്നവരെയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 2025 പരിശുദ്ധ ആത്മാവിൽ കുതിക്കുന്നവർ അവർ അസാധാരണമായ വേഗത കൈവരിക്കും. വർഷങ്ങൾ എടുത്ത് പലരും സാധിച്ചെടുക്കുന്നത് ദിവസങ്ങൾ കൊണ്ട് നീ കവർ ചെയ്യും തക്കവണ്ണം നിന്റെ മേൽ അസാധാരണമായ ഒരു വേഗത ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തരികയാണ്. ഇതുവരെയും ഉയർന്നു പറന്നിട്ടില്ലാത്ത ഉയരങ്ങൾ കീഴടക്കുവാൻ ഈ 2025 നമ്മൾ കേട്ട ദൈവ ശബ്ദം നമ്മെ പ്രാപ്തരാക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കാര്യങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി. ആമേൻ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടുമേ. ഓ ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. എൽ ശദ്ദായി എന്നെ ശക്തനാക്കിയിടുമ്പോൾ കഴുകനെ പോലെ പറന്നിടും, തളർന്നു പോകാതെ തളർന്നു പോകാതെ. ഓ ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഓ ആറാറു ചിറകുള്ള സാറാഫുകൾ ഇടവിടാതങ്ങേ ആരാധിക്കും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ,
ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. ഇത് സത്തൈകളെ വിരിക്കും കാലം, ഇത് ഉയരങ്ങളിൽ പറക്കും കാലം, ഇത് സത്തൈകളെ വിരിക്കും കാലം, ഇത് ഉയരങ്ങളിൽ പറക്കും കാലം. ഉന്നതനിൻ മഹിമൈ എന്നേ ഉദിത്തതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഉന്നതനിൻ മഹിമൈ എന്നേ ഉദിത്തതാ ഉയരങ്ങളിൽ പറന്നിടുവേ. മേലെ ഉയരേ 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 ഞാൻ പറപ്പേ, ഉയരേ 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 ഞാൻ പറപ്പേ, ഉയരേ 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 ഞാൻ പറപ്പേ, ഉയരേ 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 ഞാൻ പറപ്പേ. ഉന്നതനിൻ മഹിമൈ എന്നേ ഉദിത്തതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഉന്നതനിൻ മഹിമൈ എന്നേ ഉദിത്തതാ ഉയരങ്ങളിൽ പറന്നിടുവേ. മേലെ ഉയരേ 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 ഞാൻ പറപ്പേ, ഉയരേ 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 ഞാൻ പറപ്പേ, ഉയരേ 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 ഞാൻ പറപ്പേ, ഉയരേ 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 ഞാൻ പറപ്പേ. എൽ ശദ്ദായ് എന്നെ ശക്തനാക്കിയിടുമ്പോ കഴുകനെ പോലെ പറന്നിടുമേ. തളർന്നു പോകാതെ ഓടിയിടുമേ ഞാൻ, ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമേ. അവൻ ആറാറു ചിറകുള്ള സാരാപ്പുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കും. അവൻ ആറാറു ചിറകുള്ള സാരാപ്പുകൾ ഇടവിടാതെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേ, ആത്മശക്തിയാൽ അങ്ങേ ആരാധിക്കുന്നു. അക്കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് പകൽ ആരാധന എല്ലാ ബഹുമാനത്തോടെയും ആദരവോടെയും ഇന്ന് പകൽ കർത്താവിന് നൽകിക്കൊണ്ട് അല്പസമയങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ. എല്ലാ ആദരങ്ങളും സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ ആദരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ സന്തോഷമുള്ളവരെല്ലാം ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടിൽ ദൈവത്തിന് മഹത്വം നൽകിയാട്ടെ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അത്യുന്നതനെ ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു, എൽ ശദ്ദായിയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വർഷം എൽ ശദ്ദായിയുടെ സർവശക്തി ഞങ്ങൾ അനുഭവിക്കുന്ന വർഷമാക്കുവാൻ പോകുന്നതിനാൽ, ഞങ്ങളെ അങ്ങയുടെ വലിയ കൃപയാൽ നിറയ്ക്കാൻ പോകുന്നതിനാൽ, ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ആ ഉന്നതങ്ങളിൽ പറന്നുയരാനുള്ള ശക്തി ഞങ്ങളുടെ ആത്മചിറകുകൾക്ക് അവിടുന്ന് പകർന്നു നൽകുന്നതിനായി നന്ദി. ഇത് സൈന്യത്താൽ സംഭവിക്കത്തില്ല, ഇത് ശക്തിയാൽ നടക്കത്തില്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സഭയായി ദൈവം ഞങ്ങൾക്കായി വെച്ചിരിക്കുന്ന ഹൈറ്റ്സിലേക്ക് ഒരുമിച്ച് ഉയർന്നു പറക്കാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. ശത്രുവിന്റെ വെല്ലുവിളികൾക്ക് ബാധിക്കാൻ കഴിയാത്ത, ശത്രുവിന്റെ അമ്പുകൾക്ക് എത്താൻ കഴിയാത്ത ഉയർച്ച കൈവരിക്കുന്ന വർഷമാക്കി അവിടുന്ന് തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആത്മാവിൽ അതിന് ആമേൻ പറയുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ പ്രാപിച്ച ആത്മശക്തിക്ക് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിന് നന്ദി.